ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ ക്ലിയർ ആയ സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റ് മേളിൽ വെച്ചുകൊണ്ട് ബോട്ടം പോർഷൻ നോക്കുക. അപ്പോൾ ഇവിടെ ഇത് ക്രോസ്, എല്ലാത്തിനും നമ്മൾ ക്രോസ് ആണ് എപ്പോഴും നോക്കേണ്ടത്. അപ്പോൾ ഇത് സെൻറ്റർ യെല്ലോ, ഇതിന് ചുറ്റുമുള്ള കളേഴ്സ്. അപ്പോൾ ഈ 4 കളേഴ്സിൽ യെല്ലോ ഇല്ലാത്ത പീസ് ഏതാണെന്ന് ശ്രദ്ധിക്കണം നമുക്ക്. അപ്പോൾ ഇതിൽ യെല്ലോ ഉണ്ട്, ഇതിൽ ഇവിടെ യെല്ലോ ഉണ്ട്, അപ്പോൾ അതെടുക്കാൻ പറ്റത്തില്ല. ഇതിൽ യെല്ലോ ഇല്ല, അപ്പം ഗ്രീനും റെഡുമാണ്. ഇതിലും യെല്ലോ ഇല്ല, ഓറഞ്ചും ഗ്രീനുമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഈ പീസ് തന്നെ എടുക്കാം. അപ്പോൾ ഇതിപ്പോൾ റെഡ് ആയ സ്ഥിതിക്ക് നമുക്ക് ഇതിൻ്റെ മേളിലേക്കൊരു റെഡ് ടീ കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ ഈ അടിയിലത്തെ ഭാഗം അനങ്ങാതെ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് മേളിലത്തെ 2 ലെയറിനെയും തിരിക്കുക. ഇതാ മേളിൽ റെഡ് ടീ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ അടിഭാഗത്തെ കളറാണെന്ന് ശ്രദ്ധിക്കുക, ഇത് ഗ്രീൻ. അപ്പോൾ ഈ ഗ്രീന് ഏത് ഭാഗം, ലെഫ്റ്റോ റൈറ്റിലോ ഉള്ള ഏതെങ്കിലും സൈഡിൽ ഗ്രീൻ കളർ ഉണ്ടോ എന്ന് നോക്കണം. ഈ സൈഡിൽ സെൻറ്റർ പീസ് ബ്ലൂ ആണ്, ഈ സൈഡിൽ സെൻറ്റർ പീസ് ഗ്രീനാണ്. അപ്പം നമുക്ക് ഈ ഗ്രീനിനെ ഇവിടേക്കാണ് കൊണ്ടുവരേണ്ടത്. അപ്പം നമ്മുടെ പീസിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഗ്രീൻ ഫേസ് ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് തിരിക്കാൻ. നമ്മൾ ഈ ഗ്രീനിനെ നമ്മൾ ഓപ്പോസിറ്റിലേക്ക് തിരിക്കണം. ഓപ്പോസിറ്റിലേക്ക് തിരിക്കുമ്പോൾ നമ്മുടെ പഴയ ഇത് തന്നെ മേളിൽ നിന്നൊരു ലിഫ്റ്റ് ഇറങ്ങി വരുന്നു. ആ ലിഫ്റ്റിൽ നമ്മൾ ഗ്രീനിനെ കയറ്റുന്നു, ആ ലിഫ്റ്റ് തിരിച്ചു പോകുന്നു. അപ്പോൾ നമ്മുടെ മേളിലുള്ള ഒരു വൈറ്റ് പീസ് മിസ്സായി. അപ്പോൾ ആ വൈറ്റ് പീസിനെ കണ്ടെത്തി അതിനെ തിരികെ മേളിലേക്ക് എത്തിക്കണം. അപ്പോൾ അതെ നമ്മുടെ റൈറ്റ് സൈഡിലാണ് ലെയർ 1-ൽ പറഞ്ഞ അതേ സെയിം ടെക്നിക്ക് തന്നെ. നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിക്കുന്നു, താഴേക്ക് വരുന്നു, ലിഫ്റ്റ് വരുന്നു, ലിഫ്റ്റ് തിരിച്ച് കയറ്റി നമ്മൾ തിരികെ അത് മേളിലെത്തിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു മേളത്തെ ലെയറിലുള്ള ഒരു പീസിനും ചേഞ്ച് സംഭവിക്കുന്നില്ല, അതേപോലെ തന്നെ ഇരിക്കുന്നു. നമ്മൾ വീണ്ടും താഴേക്ക് നോക്കുക, നമ്മുടെ യെല്ലോ ഇല്ലാത്ത പീസ് ഏതാണെന്ന് കണ്ടെത്തുക. ഇതിൽ യെല്ലോ ഉണ്ട്, ഇതിൽ യെല്ലോ ഉണ്ട്, ഇതിൽ യെല്ലോ ഇല്ല, ഇതിലും യെല്ലോ ഇല്ല. അപ്പോൾ നമ്മളിത് ഓൾറെഡി ഇവിടെ മാച്ചായിരിക്കുന്ന ഒരു ടീ ഇരിക്കുന്നു, കട്ടി യെല്ലോ ഇല്ലാത്ത പീസ് കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഓൾറെഡി ഒരു ടീ ഫോർമേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. അപ്പോൾ യെല്ലോയുടെ സൈഡ് ലെഫ്റ്റിലാണോ റൈറ്റിലാണോ വരുന്നത് നോക്കാം. റൈറ്റ് സൈഡിൽ ഗ്രീൻ സെൻറ്ററാണ്, അപ്പോൾ അവിടെ അല്ല. ലെഫ്റ്റ് സൈഡിൽ ഗ്രീൻ യെല്ലോ സെൻറ്ററാണ്. അപ്പോൾ നമുക്ക് ഈ ബ്ലൂവിനെ ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ റൈറ്റിലേക്ക് തിരിക്കുന്നു, പഴയ പ്രൊസീജിയർ തന്നെ. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് ഒരു ലിഫ്റ്റ് താഴേക്ക് വന്നു, ആ ലിഫ്റ്റിൽ നമ്മൾ ആ ബ്ലൂവിനെ കയറ്റുന്നു, ആ ലിഫ്റ്റ് തിരികെ പോകുന്നു. അപ്പോൾ നമ്മുടെ വൈറ്റ് മിസ്സായി. അപ്പോൾ ആ വൈറ്റ് എവിടെ നിന്ന് കണ്ടുപിടിക്കുന്നു, വൈറ്റ് റൈറ്റ് സൈഡിൽ ഇരിക്കുന്നു. ഇത് ഫസ്റ്റ് ലെയർ നമ്മൾ ചെയ്തപ്പോൾ നമ്മൾ ഇതിൻ്റെ കളർ മാച്ച് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ സെക്കൻഡ് സ്റ്റേജ് ആയപ്പോഴത്തേക്ക് ഇത് ഓൾറെഡി കളർ മാച്ച് ആയിരിക്കും. ഇതാ ബ്ലൂ, ഓറഞ്ച്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അത് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കിനിയും പഴയ പ്രൊസീജിയർ തന്നെ റിപ്പീറ്റ് ചെയ്യാം. റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന വൈറ്റിനെ നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിക്കുന്നു, അവിടുന്ന് ഒരു ലിഫ്റ്റ് വരുന്നു, ആ ലിഫ്റ്റിൽ നമ്മൾ വൈറ്റിനെ കയറ്റുന്നു, വൈറ്റ് മേളിൽ പോകും. അപ്പോൾ നമുക്ക് ഒരു പകുതി ഭാഗത്തോളം സെക്കൻഡ് ലെയർ ക്ലിയറായി. ഇനി നമ്മൾ വീണ്ടും അത് തന്നെ ആ പ്രൊസീജിയർ തന്നെ നോക്കുന്നു. ഇവിടെ ഗ്രീന് യെല്ലോ ഉണ്ട്, ഇവിടെ യെല്ലോ ഉണ്ട്, ഇവിടെ യെല്ലോ ഉണ്ട്, ഇവിടെ ഈ ഒരു പീസിൽ മാത്രം യെല്ലോ ഇല്ല. അപ്പോൾ ഓറഞ്ചും ഗ്രീനും, ഓറഞ്ചാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഓറഞ്ചിന് മേളിലേക്ക് ഒരു ടീ രൂപപ്പെടുത്തണം. അപ്പോൾ നമ്മളതിനെ വെച്ചുകൊണ്ട് ക്യൂബ് 2 ലെയറും റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ ഗ്രീനാണ്, ഗ്രീനിൻ്റെ കറസ്പോണ്ടിങ് സൈഡ് റൈറ്റ് സൈഡിലാണുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനെ ലെഫ്റ്റിലേക്ക് തിരിക്കുന്നു, മേളിൽ നിന്ന് ലിഫ്റ്റ് ഇറങ്ങി വരുന്നു, നമ്മളതിനെ ആ ലിഫ്റ്റിൽ കയറ്റുന്നു, എന്നിട്ട് നമ്മൾ അതിന് ലിഫ്റ്റ് തിരികെ പോകുന്നു. അപ്പോൾ വീണ്ടും നമ്മുടെ ഒരു വൈറ്റ് മിസ്സായി, അതെവിടെ നിന്ന് നോക്കുക. ഇതാ അപ്പോൾ ഇതിന് ഈ വൈറ്റ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ്. നമ്മളപ്പോൾ അതിനെ റൈറ്റിലേക്ക് തിരിക്കുന്നു, ലിഫ്റ്റ് താഴേക്ക് വരുന്നു, ആ ലിഫ്റ്റിൽ വൈറ്റിനെ കയറ്റുന്നു, ആ ലിഫ്റ്റ് മേളിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മുടെ ഗ്രീൻ ഭാഗം ക്ലിയറായി, ഓറഞ്ച് ക്ലിയറായി, ഇനി ബ്ലൂവും റെഡും മാത്രമേ ഉള്ളൂ ക്ലിയറായി. അപ്പോൾ വീണ്ടും നമ്മൾ അതേ പ്രൊസീജിയർ താഴെ നോക്കുന്നു, യെല്ലോ ഇല്ലാത്ത ഭാഗം ഏതാണെന്ന് നോക്കുന്നു. ഇതിൽ യെല്ലോ ഉണ്ട്, ഇതിൽ യെല്ലോ ഉണ്ട്, ഇതിലും യെല്ലോ ഉണ്ട്, ഇതിലില്ല. ഓൾറെഡി ടീ ഫോർമേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ബ്ലൂ നമുക്ക് എവിടെയാണെന്ന് നോക്കാം. ബ്ലൂ നമ്മുടെ ക്യൂബിൻ്റെ റൈറ്റ് സൈഡിലാണ്. അപ്പോൾ നമ്മൾ ഈ അടിഭാഗത്തെ, അതായത് ഡിയെ നമ്മൾ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തിരിക്കുന്നു. അപ്പം മേളിൽ നിന്നൊരു ലിഫ്റ്റ് ഇറങ്ങി വരുന്നു, ആ ലിഫ്റ്റിൽ നമ്മൾ തിരിച്ച് ആ ബ്ലൂവിനെ കയറ്റുന്നു, ആ ലിഫ്റ്റ് തിരികെ മേളിൽ പോകുന്നു. അപ്പോൾ നമ്മുടെ വീണ്ടും ഒരു വൈറ്റ് മിസ്സായി, അതെവിടെ നിന്ന് കണ്ടുപിടിക്കുക. ലെഫ്റ്റിലായതുകൊണ്ട് നമ്മൾ അതിനെ റൈറ്റിലേക്ക് തിരിക്കുന്നു, ലിഫ്റ്റ് താഴേക്ക് വരുന്നു, വൈറ്റിനെ മേളിലേക്ക് കയറ്റുന്നു, ലിഫ്റ്റ് തിരികെ പോകുന്നു. അപ്പോൾ നമ്മുടെ ബ്ലൂ ക്ലിയറായി.
ഓറഞ്ച് ക്ലിയറായി, ഗ്രീൻ ക്ലിയറായി, റെഡ് ക്ലിയറായി. അങ്ങനെ നമ്മുടെ 2 ലെയറും ക്ലിയർ ആയിരിക്കാം. സെക്കൻഡ് ലെയർ സോൾവ് ചെയ്യുന്ന സമയത്ത് താഴെ യെല്ലോ ഇല്ലാത്ത പീസെന്ന് നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ അതിൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് എല്ലാ പീസിലും യെല്ലോ കാണും. ഇപ്പം ഇതിൽ യെല്ലോ ഉണ്ട്, ഇതിൽ യെല്ലോ ഉണ്ട്, ഇതിൽ യെല്ലോ ഉണ്ട്, ഇതിൽ യെല്ലോ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫേസ് ചെയ്യുന്ന ഏതെങ്കിലും യെല്ലോ അല്ലാത്ത കളർ, ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തു, ഈ ബ്ലൂവിൻ്റെ റൈറ്റിലാണോ ലെഫ്റ്റിലാണോ ബ്ലൂ സെൻറ്റർ ഉള്ളതെന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റിലാണോ ബ്ലൂ സെൻറ്റർ ഉള്ളത്. അപ്പോൾ നമ്മളതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തിരിക്കുക. എന്നിട്ട് പഴയപടി ആ ബ്ലൂവിൻ്റെ അവിടെ നിന്ന് ഒരു ലിഫ്റ്റ് താഴേക്ക് വരുന്നു. ലിഫ്റ്റിൽ നമ്മളതിനെ കയറ്റുന്നു, ലിഫ്റ്റ് തിരിച്ച് മുകളിലേക്ക് പോകുന്നു. വൈറ്റ് ഔട്ടായി. അപ്പോൾ വൈറ്റ് നമ്മൾ വീണ്ടും പഴയ സ്ഥാനത്ത് പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും നോക്കാം. ഇപ്പം ഇവിടെ യെല്ലോ, ഇവിടെ യെല്ലോ, ഇവിടെ യെല്ലോ, ഇവിടെ യെല്ലോ ഇല്ല. അപ്പോൾ നമ്മളതിനെ ടീ ആക്കി വീണ്ടും നമ്മൾ നോക്കുന്നു. അപ്പം യെല്ലോ ഇല്ലാത്ത ഭാഗം നോക്കാം. ഇവിടെ യെല്ലോ ഉണ്ട്, ഇവിടെ യെല്ലോ ഉണ്ട്, ഇവിടെ യെല്ലോ ഇല്ല. അപ്പം ബ്ലൂ ടീ ഉണ്ട്, ഓറഞ്ച് അതിൻ്റെ മാച്ചിങ് സൈഡിലേക്ക് ഫോണ്ട് ചെയ്തുകൊണ്ട് നമ്മളതിനെ ഓപ്പോസിറ്റിലേക്ക് തിരിക്കുന്നു. ലിഫ്റ്റ് വരുന്നു, ലിഫ്റ്റിൽ കയറുന്നു, ലിഫ്റ്റ് തിരിച്ചു പോകുന്നു. വൈറ്റ് ഔട്ടായി. അപ്പോൾ വൈറ്റിനെ നമ്മൾ തിരിച്ച് അതേ പൊസിഷനിലേക്ക് വെക്കുന്നു. വീണ്ടും നോക്കാം. അപ്പം ഇവിടെയും നമുക്ക് എല്ലാ പീസിലും യെല്ലോ ഉണ്ട്. ഇവിടെ യെല്ലോ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പം യെല്ലോ ഇല്ലാതെ നമ്മളെ ഫേസ് ചെയ്യുന്ന ഒരു പീസേ ഉള്ളൂ, ബ്ലൂ ആണ്. അപ്പോൾ നമ്മളതിനെ നമ്മുടെ നേരെ വെക്കുക. എന്നിട്ട് നോക്കുക. അപ്പോൾ റൈറ്റ് സൈഡിലും ബ്ലൂ ഇല്ല, ലെഫ്റ്റിലും ബ്ലൂ ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ ബ്ലൂ ഉണ്ട്. അപ്പോൾ നമ്മുടെ പഴയ പ്രൊസീജിയർ, നമ്മളിതിനെ ലെഫ്റ്റിലേക്ക് തിരിക്കുന്നു, ലിഫ്റ്റ് വരുന്നു, അതിൽ കയറ്റുന്നു, ലിഫ്റ്റ് തിരികെ പോകുന്നു. ഇപ്പോൾ വൈറ്റ് ഔട്ടായി. വൈറ്റിനെ അതിൻ്റെ പഴയ പൊസിഷനിലേക്ക് ആക്കുന്നു. എന്നിട്ട് വീണ്ടും നമ്മളൊന്ന് ചെക്ക് ചെയ്യണം ഇത് സെക്കൻഡ് ലെയർ ആയിട്ടുണ്ടോയെന്ന്. അപ്പോൾ ആയിട്ടില്ല. വീണ്ടും നോക്കുന്നു. അപ്പം യെല്ലോ ഇല്ലാത്ത ഇവിടെ യെല്ലോ ഉണ്ട്, ഇതാണ് യെല്ലോ ഇല്ലാത്ത ഭാഗം. ബ്ലൂ ഉണ്ട്. അപ്പം ബ്ലൂ ഒരു ടീ ഉണ്ടാക്കുക. ബ്ലൂ ടീ ആയി. ബോട്ടമിൽ റെഡാണ്. റെഡ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ അതിനെ റൈറ്റിലേക്ക് തിരിക്കുന്നു. ലിഫ്റ്റ് വരുന്നു, ലിഫ്റ്റിലേക്ക് കയറ്റുന്നു, ലിഫ്റ്റ് തിരികെ പോകുന്നു. വൈറ്റ് ഔട്ടായി. അപ്പോൾ വൈറ്റ് വീണ്ടും അതിനെ പഴയ പൊസിഷനിലേക്ക് ആക്കുക. ഇനി ചെക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു പോയിൻ്റ് കൂടെ ആവാനുണ്ട്. വീണ്ടും നമ്മുടെ അതേ പ്രൊസീജിയർ തന്നെ. പക്ഷേ ഇതിലും നമുക്ക് എല്ലാ പീസിലും യെല്ലോ ഉണ്ട്. ഈ ക്രോസ് പീസിൻ്റെ നമ്മളെ ഫേസ് ചെയ്യുന്ന ഭാഗം മാത്രമല്ല, സൈഡിലും യെല്ലോ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതിലെല്ലാത്തിലും യെല്ലോ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തിൽ ഈ ഓറഞ്ച് ഫേസ് ചെയ്യുന്ന ഭാഗം ഞാൻ എടുക്കുന്നു. കാരണം അതിൻ്റെ സൈഡിൽ ഓറഞ്ചിൻ്റെ സെൻറ്റർ ഉള്ളതുകൊണ്ട്. നമ്മളിതിനെ ലെഫ്റ്റിലേക്ക് തിരിക്കുന്നു, താഴേക്ക് ലിഫ്റ്റ് വരുന്നു, ലിഫ്റ്റിൽ കയറുന്നു, ലിഫ്റ്റ് തിരികെ പോയി വൈറ്റ് ഔട്ടായി. വൈറ്റിനെ നമ്മൾ വീണ്ടും പഴയ പൊസിഷനിൽ എത്തിച്ചു. അപ്പോൾ വീണ്ടും നമുക്ക് ഒരു യെല്ലോ ഇല്ലാത്ത പീസ് കിട്ടിയിരിക്കുകയാണ് ഓറഞ്ചിൻ്റെ. അപ്പോൾ ഓറഞ്ചിൻ്റെ ടീ ആക്കുക. ബ്ലൂ ആണ്, ബ്ലൂ ലെഫ്റ്റിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് തിരിച്ചു, ലിഫ്റ്റ് താഴേക്ക് വന്നു, ലിഫ്റ്റിൽ കയറി തിരികെ പോയി വൈറ്റ് ഔട്ടായി. വൈറ്റിനെ നമ്മൾ തിരികെ അതേ പൊസിഷനിലാക്കും. ഇനിയും നോക്കുമ്പോൾ വീണ്ടും നമുക്ക് മാച്ച് ആവാനുണ്ട്. അപ്പോൾ ഇതിലും യെല്ലോ ഇല്ലാതെ നമ്മളെ ഫേസ് ചെയ്യുന്ന ഒരു ഭാഗം ഇതാണ്, ഓറഞ്ചാണ്. അപ്പോൾ ഓറഞ്ച് നമ്മുടെ ലെഫ്റ്റിലും ഇല്ല, റൈറ്റിലും ഇല്ല. അപ്പോൾ നമ്മളിതിനെ ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ ഓറഞ്ച് വന്നിട്ടുണ്ട്. നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിക്കുന്നു, താഴേക്ക് വരുന്നു, ലിഫ്റ്റിൽ കയറുന്നു, ലിഫ്റ്റ് മേളിൽ പോകുന്നു. വൈറ്റ് ഔട്ടായി. വൈറ്റിനെ നമ്മൾ തിരികെ അതാത് സ്ഥാനത്തേക്ക് എത്തിക്കും. വീണ്ടും ചെക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് വീണ്ടും ഒരു ഓറഞ്ച് ബ്ലൂ ഉള്ളത് കിട്ടിയിട്ടുണ്ട്. ഓറഞ്ച് ടീ ആക്കുന്നു. ബ്ലൂ ലെഫ്റ്റിലാണ്, റൈറ്റിലേക്ക് വൈറ്റ് ഔട്ടായി. വൈറ്റിനെ നമ്മൾ കറക്റ്റായിട്ട് വെക്കണം. വീണ്ടും നമുക്ക് അത് തന്നെ വരുന്നു.